ഉണ്ട്. അങ്ങനെ പടം അങ്ങനെ സെലക്ട് ചെയ്യാൻ കുറേ അധികം പടം നമുക്ക് ചെയ്യാൻ പറ്റും. പടങ്ങൾ ഇറങ്ങി ഹിറ്റായ പല പടങ്ങളും ഇറങ്ങി റിമാസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ കൂടെ ഒരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്, പഴയ നല്ല ക്ലാസിക് സിനിമകളും കൂടെ ഇങ്ങനെ തിയേറ്ററിൽ വരുന്നത് നല്ലതാണ്. ഒരു സംസ്കാരം തന്നെ അത് ഉണ്ടാകും. അതുകൊണ്ട് വളരെ സമൂഹത്തിനും അത് ഗുണമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഈ 80കളിലെ 90കളിലെ നിരവധി ചിത്രങ്ങൾ പ്ലാറ്റ്ഫോം OTT പ്ലാറ്റ്ഫോമുകളുടെയും യൂട്യൂബിലൂടെയും റിലീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ചിത്രങ്ങൾ യൂട്യൂബിലുണ്ട്. അത് ഒറിജിനൽ വീഡിയോസിൻ്റെ ബാനർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പഴയകാലം ഇറങ്ങിയ പടങ്ങൾക്ക് നല്ല വ്യൂസ് ആണ് ഇപ്പോൾ. എന്നാൽ പുതിയ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ വ്യൂസ് അത്രയും ചെലവിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു പഴയ പ്ലാറ്റ്ഫോം വീണ്ടും ചാനലുകൾ നോക്കിയാലും ഇത് തന്നെ പഴയ ചിത്രങ്ങൾ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റ്, സൂര്യ തുടങ്ങിയ ചാനലുകൾ നിരവധി പ്രാവശ്യം പഴയ ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. പുതിയ ചിത്രത്തിൻ്റെ വ്യൂസ് വരുന്നില്ല. അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് അതിനെക്കുറിച്ച്? ഒരു ഹിറ്റ് സിനിമയുടെ അപ്പോഴും വ്യൂസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇൻ്റർനെറ്റിൽ 300 സിനിമ മേലെ റൈറ്റ്സ് ഉണ്ട്. 2012 യൂട്യൂബെല്ലാം തുടങ്ങി. ഈ സമയത്ത് തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു 100-200 പഴയ സിനിമ മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ നല്ല VCD DVD മേടിച്ച് റൈറ്റ് കൂടെ ഇൻക്ലൂഡിങ് ഇൻ്റർനെറ്റ് ഉണ്ടായി. ഇത് നല്ല വ്യൂസ് ഉണ്ടായി. 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം വ്യൂസ് കിട്ടും. ഇപ്പോൾ പുതിയ ഇൻ്റർനെറ്റ് റൈറ്റ്സ് മേടിക്കുമ്പോൾ ഇതൊന്നും ചെറിയ കയറുന്നില്ല. ചിലപ്പോൾ 50,000 ഇല്ല 20,000 സാധനം കയറുള്ളൂ. അപ്പോൾ പടത്തിൻ്റെ ക്വാളിറ്റിയാണ് ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് യൂട്യൂബിൽ കാണുന്നത്. പിന്നെ നല്ല പുതിയ സിനിമ നല്ല ഇപ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടാക്കി ഇതെല്ലാം നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാ സിനിമ ഇപ്പോൾ പുതിയ കയറില്ല. ഓൾഡ് സിനിമ നല്ല മമ്മൂട്ടിയിലെ, മോഹൻലാൽ, പ്രേം നസീറിൻ്റെ പടം, പരീക്ഷ പറഞ്ഞ പടം, നല്ല പാട്ട് മാത്രമായിട്ട് എനിക്ക് ഒരു 5-6 ലക്ഷം വ്യൂസ് കിട്ടി. ഞാൻ ഓരോ പാട്ടിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായി. ഇപ്പോൾ ജയൻ്റെ സിനിമ നേരത്തെ ഇൻ്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട്. കുറേ സിനിമ VCD DVD റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മോർ ദാൻ കേരളത്തിൽ ആരും മേടിക്കാതെ 900 സിനിമ മേലെ VCD DVD റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. 4 സിനിമയുടെ റൈറ്റ്സ് T സീരീസ് കമ്പനിയുടെ റൈറ്റ്സ് വിറ്റിട്ടുണ്ട്. അത്ര ഈ സമയത്ത് നമ്മൾ ആക്റ്റീവാണ് സിനിമയിൽ. അപ്പോൾ ഇത് എല്ലാ റൈറ്റ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ നല്ല ഇൻ്റർനെറ്റ് എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പുതിയ സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിക്കാൻ പറ്റുന്നില്ല. കാരണം ആദ്യം പുതിയ റേറ്റ് അവർക്ക് പ്രൊഡ്യൂസർ ഭയങ്കര റേറ്റ് ഇപ്പോൾ പുതിയ സിനിമ എക്സ്പെക്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ സിനിമ മേടിക്കുമ്പോൾ VCD DVD കൂടി നമുക്ക് ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ റൈറ്റ്സിന് കൂടിയാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് VCD DVD ഇല്ല. നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് റൈറ്റ് തന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് മേടിക്കാൻ നല്ല വില കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ ഓൾഡ് സിനിമ വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ ഓടിക്കണതാണ് ഇതിൻ്റെ എല്ലാം. പിന്നെ അവനായി പറഞ്ഞ പോലെ നമ്മളെല്ലാം പണ്ട് 86 നമ്മൾ ഈ സിനിമ ഫീൽഡിലാണ്. നമ്മൾ ഓഡിയോ കേസറ്റ് ഫീൽഡ് മാർക്കറ്റിംഗ് ചെയ്ത് നമ്മളെല്ലാം സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഏതൊരു സിനിമ ഹിറ്റാണ് നമുക്കൊരു ഐഡിയ ഉണ്ട്. 99% എല്ലാം സിനിമ, മലയാളം സിനിമ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാ സിനിമ ഇവിടെ ഓടി, എന്തൊക്കെ ഹിറ്റാണ്, ഏതാ ക്ലാസിക്കൽ സിനിമ, ഒരുമാതിരി നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്ത് എത്ര 45 വർഷം ആയില്ല ഫീൽഡിൽ വേണ്ടപ്പോൾ ഒരുമാതിരി ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഈ അവനായി പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിന് കണ്ടൻറ്റ് VCD DVD ഞാൻ മേടിച്ചുള്ള കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായി. ഇപ്പോൾ നെഗറ്റീവ് ഇല്ല ഇതിന് നേരത്തെ DGBeta ഇൻ്റർനെറ്റ് ഉള്ളത് കാരണം ഇതിന് മാക്സിമം നല്ല ക്വാളിറ്റി വെച്ചിട്ട് 7.1 ഡോൾബി അറ്റ്മോസിൽ പടം ചെയ്തിട്ടുണ്ടല്ല. ഇങ്ങനെപ്പോൾ ഈ ജയൻ്റെ 2 പടം നേരത്തെ മേടിച്ചുള്ള കാരണം DGBeta ഉണ്ട്. കാരണം ഇതെല്ലാം ഇപ്പോൾ പക്ക 4K വന്നിട്ടുണ്ട്. ഇത് അടുത്ത മാസം 27-ാം തീയതി റിലീസ് ചെയ്യണം. സ്ഥലം നല്ലൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഐഡിയ ആണ്. അപ്പോൾ ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല. ഇങ്ങനെ മോഹൻലാലിൻ്റെ 20 നൂറ്റാണ്ട് പടം റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4K ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സിനിമ ഉണ്ട്, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ബാലൻസ് എല്ലാം പബ്ലിക്കിന് മേലെ ഡിപ്പെൻഡാണ്. നമ്മൾ പടം ഇങ്ങനെ കാണും. ഇപ്പോൾ ഇറങ്ങി വലിയ 10-60 ലക്ഷം കോസ്റ്റായിട്ട് പടം തിയേറ്ററിൽ ഓടിയില്ല. അയാളുടെ മുമ്പ് പാലറി മാണിക്കം പറഞ്ഞ സിനിമ മമ്മൂട്ടിയുടെ ഇറങ്ങി, ഇത് ഓടിയിട്ടില്ല. അൻവർ സിനിമ ഇറങ്ങി, ഇത് തിയേറ്ററിൽ ഓടിയിട്ടില്ല. നല്ല സിനിമ അൻവറെല്ലാം പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമ. അപ്പോൾ റിലീസ് വന്നപ്പോൾ ഓടിയില്ല, കാരണം ഇത് സമയമായിട്ടില്ല. നമ്മൾ ഈ ആവനായി പറഞ്ഞ സിനിമ ഒരു 38 ഇയേഴ്സ് ആയിട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊന്നും പടം കണ്ടിട്ടില്ല. പിന്നെ ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഇതിൽ 2 മണിക്കൂർ 34 മിനിറ്റാണ് ലെങ്ത്. 1 മിനിറ്റ് നമ്മൾ ഇതിൽ പടം ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഈ മണിച്ചിത്രത്താൾ ഇതെല്ലാം വന്നപ്പോൾ ദേവദൂതൻ വന്നപ്പോൾ 10-25 മിനിറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആവനായിൽ 1 മിനിറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ല. 1 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ ലെങ്ത് കൂടിയിട്ടുള്ളൂ ഈ സ്റ്റാർട്ടിങ് ടൈറ്റിൽ കാർഡ് കാണിക്കാൻ വേണ്ടിയല്ല. 1 മിനിറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പടം. കാരണം എല്ലാം ക്യാരക്ടർ എല്ലാം പടത്തിൻ്റെ സ്റ്റോറി വെച്ചിട്ടാണ് പോകുന്നത്. എന്തൊക്കെ ഡിലീറ്റ് ചെയ്താൽ പടത്തിൻ്റെ ആവനയുടെ കഥ മൊത്തം മാറും. ഓരോ സീനിൽ ഓരോ ഇതിൽ ക്യാരക്ടർ കഥ പറഞ്ഞുണ്ട്. അത് ഒരു സാധനം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ.
മാക്സിമം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് പബ്ലിസിറ്റി എല്ലാം കാണണം നമ്മൾ ആഗ്രഹം. ഇപ്പോൾ ഒരു പടം നന്നായിട്ട് സക്സസ് ആയി അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1-2 പടം നമ്മൾ ഫ്ലോപ്പ് ആയി പിന്നെ നമ്മൾ ഈ ബിസിനസ് എടുത്തു വർക്കൗട്ടില്ല. നമുക്ക് ഒരു ലോസ് ഒരു ലിമിറ്റിൽ ലോസ് താങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയ ബിസിനസ്സാണ് ട്രൈ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ 2-3 പടം ഇറക്കി നല്ല ബിസിനസ് നമ്മൾ വിചാരിക്കുക, നല്ല പടം കൊണ്ടുവരാം, നല്ല സെലക്ട് ചെയ്ത് പടം കൊണ്ടുവരാം. നല്ല പടം നമ്മൾ റീമാസ്റ്റർ ചെയ്യില്ല, നല്ല സെലക്ട് ചെയ്ത് പടമായപ്പോൾ മാക്സിമം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. അപ്പോൾ ജയന്താണ്, ജയൻ്റെ ഫാൻസ് ഇവിടെ എല്ലാം ഡെയിലി വിളിക്കും. ഇവിടെ കേരളത്തിൽ അത്ര ജെയിൻസിൻ്റെ ഫാൻ അസോസിയേഷൻ ഉണ്ട്. നമ്മൾ സാർ ഒന്ന് ജയൻ്റെ ഫാൻ്റെ ഡേറ്റ് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി, നമ്മൾ കേരളത്തിൽ ആഘോഷമായിട്ട് മാറ്റും. കാരണം അത്രമാർക്ക് ആയിട്ട് നിൽക്കണം ജയൻ്റെ പടം ഒന്നുകൂടി വരാൻ വേണ്ടി. ഞാൻ ഈ ജയൻ്റെ 2 സൂപ്പർ ഹിറ്റ് പടം, ജയൻ്റെ ലൈഫിൽ 2 സൂപ്പർ ഹിറ്റ് പടം ഞാൻ എടുത്തിട്ടുണ്ട്. 2 മാസം 3 മാസത്തിൽ ജയൻ്റെ പടം 2 റിലീസ് ചെയ്യും. 2ൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഇറങ്ങുവാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതെ, MD എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. കാര്യം MD ആയിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. വൈശാലി എനിക്ക് വേണ്ടി എഴുതിയ പടമാണ്, പിന്നീട് മാറിപ്പോയി. കാരണം എനിക്ക് MD ഉണ്ടായിരുന്നു. താങ്ക് യു. ഞാൻ വേറെ മീറ്റിംഗ് ഇട്ടു.